അപ്പോ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ? താങ്ക് യു. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് വേണ്ടത്. എല്ലാവരും എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ കാല് കുത്തിയ അപ്പം മുതൽ തുടങ്ങിയതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം. എനിക്ക് എല്ലാവരും സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് അമ്മമാർ എന്നെ സ്നേഹിക്കുന്നു, ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നു. ഇത് മതി എനിക്ക്. ഈ 7 ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും ആക്കാൻ പറ്റിയല്ലോ അല്ലെ? അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. ഞാനൊരു ചൊറിയനല്ല. ഞാന് ഒരു സാധാരണ CN വിശ്വനാഥന്റെയും ഗിരിജാകുമാരിയുടെയും സാധാരണ ഒരു ഇതിലെ മൂന്നാമത്തെ മകനാണ്, മൂത്ത ചേട്ടനാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാവരും സ്നേഹം എനിക്ക് എപ്പോഴും വേണം, എന്റെ കൂടെ ഉണ്ടാവണം. ഓക്കെ. പിന്നെ എന്താ ചേട്ടനെ കുറിച്ച് മൊത്തം പറഞ്ഞപ്പോട്ടില്ലേ, പാവമാണ്, എല്ലാവർക്കും സഹായി, അങ്ങനെ ഒരാളായിട്ടാണ് രതീഷിനെ കുറിച്ച് നാട്ടുകാരെല്ലാം പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാ ഒരു ഫസ്റ്റ് ദിവസം തൊട്ട് ചൊറിയുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറിയത്? അതല്ല ഞാൻ പറയട്ടെ, ഇയാളുടെ പേരെന്താ? അജിത്ത്. ഏത് മീഡിയ? ഓക്കെ. അതായത് അജിത്തെ, അജിത്ത് ഇപ്പൊ ഇവിടെ നിൽക്കല്ലേ? അജിത്ത് ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഏത് രീതിയിലാണ് അജിത്തിന് പെരുമാറേണ്ടത്? അതായത് ഇതൊരു ഗെയിം അല്ല, ഇതൊരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയിൽ ഞാൻ പെരുമാറേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പെരുമാറണം. അതാണ് സംഭവം. അത് അജിത്ത് എന്നെ തേടി വന്ന ഒരാളാണ്. അപ്പോൾ നമ്മളിപ്പോൾ റിയാലിറ്റി നിൽക്കുക, അവിടെ ഒരു ഗെയിമിൽ നിൽക്കുകയാണ്. ഈ ഗെയിമിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ്. ഞാൻ പറയാറുള്ളത് എന്താ, എന്റെ ബേസ് ഞാൻ വളരെയധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഒരു എനർജി പവറിന് ഒരു കുറവില്ല. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? അപ്പോൾ ഞാൻ വളരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും സംസാരിച്ചിരിക്കുന്ന ആളാണ്. എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ കുടുംബമുണ്ട്. ഇതേ കണ്ടില്ലേ, ഷർട്ട് ഇടാതെ നിൽക്കുന്നില്ലേ പാവം എൻ്റെ അച്ഛൻ. ഞാൻ ഉമ്മ വെച്ചോട്ടെ, എൻ്റെ അച്ഛനാ ഞാനിപ്പോഴും കാണുന്നത്. എന്തൊക്കെയുണ്ട്? കളിച്ചത് കണ്ടില്ലേ? ഇവരൊക്കെ വന്ന കണ്ടില്ലേ? കളിച്ച് ജയിച്ചിട്ടാ വന്നിക്കണത് ടച്ചാ. ഓക്കെ. അച്ഛനെ കാണാൻ വേണ്ടിട്ട് എനിക്ക് മുട്ടി നിൽക്കായിരുന്നു. ഇതാണ് എന്റെ അച്ഛൻ, കണ്ടില്ലേ? കയ്യിൽ വെച്ചോണ്ടിരിക്കുക അല്ലേ? അത് ഞാനവനെ നേരിട്ട് അച്ഛനെ വന്ന് കാണാന്ന് പറഞ്ഞത്. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞത് ഇതെന്റെ അച്ഛനാണ്. പിന്നെ അമ്മേനെ കണ്ടില്ലേ? അമ്മ ഇതാണ് എന്റെ അമ്മ. ഓക്കെ. എന്റെ അമ്മ, ഇത് എന്റെ ചേട്ടൻ. ഹിറ്റായത് അമ്മു ചേച്ചി. പിന്നെ ഇത് എന്റെ രണ്ടാമത്തെ മോളാണ് പാറു. അവൾക്ക് ഓർക്കുന്നുണ്ട്. മൂത്തവൾക്ക് പരീക്ഷയാണ്, അക്ഷര, അച്ചു. നിങ്ങളെല്ലാരും അച്ചുവിനെ എടുക്കാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കംപ്ലൈന്റ് വരും. ആകെ പ്രശ്നം. അവള് നാളെ പോലെ എന്നോട് ഭയങ്കര കംപ്ലൈന്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്കിത് പിടിക്കാനുള്ള അത് കാരണമാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് പിന്നെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ചൊറി സ്വഭാവം എന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കോമാളിയല്ല, ഞാനൊരു ചൊറിയനല്ല, ഞാനൊരു തരികിടയല്ല. എന്റെ നാട്ടിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നു. അപ്പൊ എല്ലാവരും നല്ല അല്ലേ? അന്വേഷിച്ച് നോക്കിയാ? പേരെന്താ ഇയാളുടെ? എന്താ അന്വേഷിച്ച് നോക്കിയത്? ഏതാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് കളിച്ചത്. എന്റെ സ്വഭാവം അങ്ങനെയല്ല, എന്റെ ബേസ് സംസാരമാണ്. പിന്നെ ഇയാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ചൊറി സ്വഭാവം. അതിന്റെ ഉള്ളിൽ നമ്മൾ ഗെയിം കളിക്കാൻ പോയതാണ്. ഈ ഗെയിം കളിക്കാൻ നമ്മൾ പോകുമ്പോ നമ്മള് വേണ്ടത് അവിടെ വലിയ ആനക്കാരൊന്നും കിട്ടില്ലടൂ. ഞാൻ ആ സ്ട്രാറ്റജി ആദ്യം എടുത്തു. കാരണം എന്താ അറിയോ? ആദ്യം എല്ലാവരും എന്നെ വെറുക്കട്ടെ, അത് കഴിഞ്ഞ് മെല്ലെ ഇഷ്ടപ്പെട്ടാൽ മതി. ഞാൻ വിചാരിച്ച് മനസ്സിൽ തിങ്ക് ചെയ്ത ഗെയിം അതായിരുന്നു. അത് തന്നെയല്ലേ പുറത്തേക്ക് വന്നത്. അതായത് ആദ്യം നമ്മൾ ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ എത്ര നോക്കി കഴിഞ്ഞാലും, നിങ്ങളെല്ലാവരും എന്നെക്കാളും 100 മടങ്ങ് ബുദ്ധിയുള്ള ആൾക്കാരാണ്. പക്ഷെ എന്റെ ഒരു ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ, നമ്മൾ സ്നേഹം ആരുടെയും പിടിച്ചു പറ്റാൻ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്നേഹം നമുക്ക് കിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കിട്ടുന്നത് എന്താ? താനെന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തു അല്ലേ? അതാണ്. അപ്പൊ ആ വെറുപ്പ് ആദ്യം സമ്പാദിക്കുക. അമ്മ പേടിച്ചു അല്ലേ? ആദ്യം നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നത് വെറുപ്പാണ്. ആ വെറുപ്പ് സമ്പാദിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. കാരണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് പോയതാണ്. ഇപ്പോഴും ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് വേറെ ഒരു സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പോകുമ്പോ ഒരാളും ഉണ്ടായിരുന്നില്ല. എന്റെ ചേട്ടനും എന്റെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ വരുമ്പോ നിങ്ങൾ എല്ലാവരും വന്നില്ലേ? അതെന്താണ്?
ഞാൻ ഫസ്റ്റ് നമ്മൾ ഒരാളുടെ സ്നേഹം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ വെറുപ്പ് സമ്പാദിക്കണം. വെറുപ്പ് സമ്പാദിച്ചിട്ട് ഈ വെറുപ്പ് കുറെ ഇഞ്ചക്ട് ചെയ്ത് നമ്മളിലേക്ക് കയറ്റി 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 പിന്നെ ഈ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഞാൻ എന്താടോ എന്ന് പറഞ്ഞ് സംസാരിച്ച് ഞാൻ പാവക്കുട്ടാ സുഖല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ അയ്യോ ഇത്രയും ദേഷ്യപ്പെട്ട ഒരാൾ കണ്ടില്ല ഇപ്പൊ സംസാരിക്കണെന്ന് പറയും. അങ്ങനെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റും അല്ലേ? ഞാൻ എന്റെ ബുദ്ധിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമാന്മാരാണ് കേട്ടോ. അത് വേറെ എന്തുകൊണ്ട് ഈ സ്ട്രാറ്റജി വർക്കാവാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? വർക്കായില്ലോ, പക്ഷെ വർക്കായി വരുമ്പോഴേക്കും വോട്ട് ക്ലോസ് ചെയ്ത് പോയി. അപ്പൊ അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ സത്യസന്ധമായിട്ട് നിന്നിട്ടുള്ളൂ. ഞാൻ വളരെയധികം പണിയെടുക്കുക തന്നെയായിരുന്നു. എനിക്ക് ആ ഗെയിം ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറഞ്ഞു എനിക്ക് മതിയായിട്ടില്ലടൂ, എനിക്ക് ഇനിയും ഗെയിം കളിക്കാനുണ്ട് അവിടെ. പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചത് എനിക്ക് ഒരാഴ്ചയും കൂടി എനിക്ക് ഒരു നീട്ടി അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ടാവും എവിക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ 2 ദിവസം 2-3 ദിവസം എന്റെ ചേട്ടൻ പറയണു ആൾക്കാരെല്ലാവരും എന്നെ നെഗറ്റീവ് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ. അമ്മു ചേച്ചിക്ക് ഭയങ്കര വിഷമായി തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഓരോ ചെറിയ ചെറിയ ഞൊടുക്ക് സാധനങ്ങളൊക്കെ, അതായത് കോമഡി കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ച് അവസാനം ജയിൽ ടാസ്കിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു എന്റെ സമയം കഴിഞ്ഞത്. എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം, ബിഗ് ബോസ് ആണ് എന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറ്റിയത്. ഞാൻ നെടുമ്പാശ്ശേരിയിൽ പോകുമ്പോ എനിക്ക് അറിയാം എന്റെ ചേട്ടൻ സൗത്ത് ആഫ്രിക്കയിൽ ഇടക്കിടക്ക് ഫ്ലൈറ്റിൽ കയറുന്ന ആളാ. എന്റെ 2 ചേട്ടന്മാരും, രണ്ടാമത്തെ ചേട്ടൻ ബാംഗ്ലൂരാണ്. ആളൊക്കെ എപ്പോ നോക്കിയാലും ഫ്ലൈറ്റിൽ കയറുന്ന ആളാ. ഞാൻ മാത്രമാണ് ഈ നാട്ടില് ഈ പറഞ്ഞ പോലെ ചെറിയ ബൈക്കും കേട്ട് പോകുന്നുള്ളൂ. ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റ് കയറിയത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് തന്നെ ഫ്ലൈറ്റിൽ കയറ്റി. എനിക്ക് കിട്ടിയ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പോഷർ കിട്ടി. ഇതൊക്കെ എനിക്ക് ബിഗ് ബോസ് തന്നതാണ്. അപ്പൊ ബിഗ് ബോസ് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല. ബിഗ് ബോസ് ആണ് എന്റെ എല്ലാം. എന്റെ ബിഗ് ബോസ് എന്റെ മുത്താണ്. ഈ ബിഗ് ബോസിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ സ്റ്റേജിൽ മറ്റു മത്സരാർത്ഥികളോട് പറയണ്ടായിരുന്നു എന്റെ ഗെയിം നിങ്ങൾ കളിക്കരുത്. എന്റെ ഗെയിം അവർ കളിക്കണ്ട, വഴി തനിയെ വഴി. ഞാനൊരു മുൻകൂട്ടിയിട്ട് ഒരു അലക്കി കൊടുത്താണ്. എന്റെ ഗെയിം നിങ്ങൾ കളിക്കരുത്, കാരണം എന്റെ ഗെയിം തെറ്റായ ഗെയിമാണ്. എന്റെ ഗെയിം കളിച്ച് നിങ്ങൾ ഔട്ട് ആവണമെന്ന് പറഞ്ഞത്. എന്റെ ഗെയിം ഞാൻ കളിച്ചാൽ മതി. പെട്ടെന്ന് എങ്ങാനും വല്ല ബിരിയാണി കിട്ടിയാലോ, അപ്പൊ എനിക്ക് ഇതിന്റെ ബാക്കി ഇടണ്ടേ. എന്റെ ഗെയിം, എന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം സ്പേസ് ആണ്. അപ്പൊ അവര് എന്റെ സ്പേസ് വലിയ സ്പേസ് ആണ്. ആ സ്പേസിലേക്ക് കയറാൻ പറ്റി ഒരുപാട് പേര് ആയിക്കോട്ടെ. എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. എല്ലാവരും 19 പേരും കഴിവുള്ള ആൾക്കാരാണ്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ 19ാമത്തെ കണ്ടസ്റ്റന്റ് അല്ല, അങ്ങനെ 19 പേരുണ്ട്. ഈ 19 പേരിൽ ഒരാളാണ് ഞാൻ വിചാരിക്കുന്നത് 18 പേരും എന്നേക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരെങ്ങനെയും എനിക്ക് ചെറുത്ത് നിൽക്കണം. അതിൽ ചെറുത്ത് നിൽക്കണമെങ്കിൽ ഞാൻ എന്റേതായിട്ടുള്ള ഗെയിം പ്ലാനിൽ നോക്കണം. ഞാൻ എപ്പോഴും അവിടെ എന്റെ ചൊറി സ്വഭാവം എടുത്ത് ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ കുറെ പേര് പറഞ്ഞു ഒറ്റപ്പെടൽ ഗെയിമാണോ എന്ന് പറഞ്ഞു. ഒറ്റപ്പെടൽ ഒരു ഗെയിമല്ല. നമ്മള് പറഞ്ഞിപ്പോ ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും ശത്രുക്കളാക്കാൻ എനിക്ക് പറ്റും. പക്ഷെ മിത്രങ്ങളാക്കാൻ അത്ര എളുപ്പമല്ല. അതാണ്. അപ്പോ എനിക്ക് എളുപ്പവഴി എന്താണ്? എന്റെ മുമ്പിൽ ഒരു ആഴ്ചയുണ്ട്. ഞാൻ ഒരു സാധാരണക്കാരായിട്ട് പോയവനാണ്. മറ്റുള്ളവരൊക്കെ ഒരുപാട് സ്റ്റാറ്റസുകളും മറ്റേ എന്തെങ്കിലും തരത്തിൽ ഒരു യൂട്യൂബേഴ്സോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ എപ്പോഴോ നോക്കാറ്. ഞാൻ ഒന്നും ചെയ്യാറുന്നില്ല. അപ്പോ എന്നെ സംബന്ധിച്ചോളം 7 ദിവസം ഒരു ക്രൂഷ്യലായിരുന്നു. നിങ്ങളുടെയൊക്കെ മനസ്സിൽ 7 ദിവസം കൊണ്ട് ബിഗ് ബോസ് സീസൺ 6 രതീഷ് കുമാറിന്റെ വ്യക്തി കടന്നുകൂടിയില്ലേ? ഇല്ലേ? തീർച്ചയായും അതെന്റെ വിജയമാണ്. അല്ല, പക്ഷെ എന്തുകൊണ്ടപ്പോ അപ്പോഴും പ്രേക്ഷകർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് പെട്ടെന്നുള്ള ഒരു അത് എനിക്കറിയില്ല. അത് ബിഗ് ബോസ് സത്യസന്ധമായിട്ട് വോട്ടിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ല, അല്ല അത് വോട്ടിന്റെ തന്നെ ആയിരിക്കാം. കാരണം അതൊക്കെ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് ആണ് എല്ലാം തീരുമാനിച്ചത്. ബിഗ് ബോസ് ഒന്നും ഒരാളെ പോലും ചതിക്കില്ല. ബിഗ് ബോസ് എടുക്കുന്നത് തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം തുറന്നു തരുന്ന ബിഗ് ബോസ് എന്തിനാണ് നമ്മളെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ വോട്ടിംഗ് ഒക്കെ സത്യസന്ധമാണ്, എല്ലാം സത്യസന്ധമാണ്. അപ്പൊ ബിഗ് ബോസ് എനിക്ക് വോട്ട് കുറഞ്ഞു. ഞാനിപ്പോ കണ്ടില്ലേ ഉണ്ടായിട്ടില്ലേ കാവിരിത്തുമ്പില്. ബിഗ് ബോസിന് കണ്ടന്റ് തന്നിരുന്ന ചേട്ടനാണ്. ആളുകളെ കാണാൻ, പ്രേക്ഷകരെ ബിഗ് ബോസ് കാണാൻ പ്രേരിപ്പിച്ചിരുന്ന ആള് ചേട്ടനാണ്. അപ്പൊ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളെ ബിഗ് ബോസിന് പുറത്താക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതല്ല, അത് ഞാൻ പറയട്ടെ, അത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ. അതാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് അവിടെയും കണ്ടന്റ് തരുന്നത് ഞാനാണെങ്കിൽ എനിക്ക് വോട്ട് കുറവാണ്, അപ്പൊ ഞാൻ ഔട്ടായി. അതാണ് ബിഗ് ബോസ് എന്ന്. ബിഗ് ബോസിന് അവിടെ കള്ളത്തരില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും എന്നും അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. കാരണം അതാണ് ബിഗ് ബോസ്. ഏറ്റവും കൂടുതൽ കണ്ടു തരുന്ന ആളാണെന്ന് പറഞ്ഞു. വെരി താങ്ക് യു. ഇയാളുടെ പേരെന്തായിരുന്നു? ജോഗർ. ഓക്കെ, താങ്ക് യു. അപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ വലിയൊരു കണ്ടന്റ് മേക്കർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതെ, ഞാനൊരു കണ്ടന്റ് മേക്കർ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ കണ്ടന്റ് മേക്ക് ചെയ്യുമ്പോൾ ആദ്യം നെഗറ്റീവ് അടിച്ച് പിന്നെയാണ് പോസിറ്റീവ് അടിച്ചത്. അപ്പോഴേക്ക് വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കാം.
അപ്പൊ എനിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ട് ഇവിടെ എത്തി. നിങ്ങളെല്ലാവരും സ്നേഹം കിട്ടി. എന്നെ നെടുമ്പാശ്ശേരി എന്നറിയാം, എന്നെ എത്രയോ പരിചയമില്ലാത്ത എന്റെ ഫോണുകളിൽ അമ്മമാര് വിളിച്ച് കരയാണ്, എന്റെ മോനെ നീ ഔട്ടായില്ലടാ ഹിറ്റായില്ലടാ പറഞ്ഞിട്ടേ. അമ്മ ആലോചിച്ച് നോക്കൂ, ഞാൻ ഇതൊക്കെ മതിലോ എനിക്ക് ഇതേ ടി എൻ വിശ്വനാഥന്റെയും ഗിരിജാമണിയുടെയും മകന് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്തുട്ടാ 7 ദിവസം കൊണ്ട് ഒരു 100 ദിവസത്തെ എഫക്ട് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയല്ലോ, മതി, ഞാൻ ഹാപ്പിയാണോ. ബിഗ് ബോസിന് വന്നതിന് മുന്നേ, ബിഗ് ബോസ് കയറുന്നതിന് മുന്നേ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസം ലൈഫിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ലൈഫിൽ കുറെ ഇതേപോലെ ഇങ്ങനെ ആൾക്കാർ വന്ന് നിൽക്കുന്നു, അത് എനിക്കിത് ഇഷ്ടമാണ്. എനിക്ക് നമ്മളിപ്പോ രാവിലെ വരെ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് എന്ത് എങ്കിൽ പോലും ഒരു ഫിസിക്കലി ആയിട്ടും മെന്റലി ആയിട്ടും ഒരുപാട് മനുഷ്യര് മാറും എന്ന് പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ. അപ്പൊ അത്തരം എന്തെങ്കിലും ഒരാഴ്ച കൊണ്ട് ഇതിലൊന്നും സംഭവിക്കും? എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാൻ മാറിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഗെയിം കളിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. എന്റെ മൈൻഡൊക്കെ ഫിറ്റാണ്, എല്ലാം ഫിറ്റാണ്. പിന്നെ ഞാൻ അതിന്റെ ഉള്ളിലൊക്കെ പലതരം ഗെയിമുകൾ കളിക്കും, അതൊക്കെ ഞാൻ എന്റെ ബുദ്ധി വെച്ചിട്ട് കളിക്കുന്നതാണ്. അതൊക്കെ അത് മറ്റേ ബുദ്ധി എന്ന് പറഞ്ഞാലേ, ഞാനിപ്പോ നമുക്ക് എല്ലാവർക്കും ഒരേ ബുദ്ധി തന്നെയാണ്, പക്ഷെ അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക പവർ കിട്ടും. അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ബുദ്ധി കിട്ടും. അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ താൻ കൈ ചൂടി കഴിഞ്ഞാൽ താൻ എന്തിനാണ് കൈ ചൂടേണ്ടതെന്ന് തന്റെ കണ്ണിൽ നോക്കി ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് വേറെ ഒന്നുമല്ല, അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അങ്ങനെ ആയി പോകുന്നതാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പോ നെടുമ്പാശ്ശേരി എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കിപ്പോ ഓർമ്മയുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു 3 മണിക്കൂർ അതിന്റെ ആവില്ല നമ്മൾ പോയിട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ ആയിണ്ട് ഇപ്പൊ ഞാൻ ഇത് തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് 4 മണിക്കൂർ മുമ്പ് എന്താ സംഭവിച്ചതെന്ന് എനിക്കിപ്പോ ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു 10 ദിവസം മുന്നേ ഈ ലൈഫാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ ബ്ലാങ്ക് ഔട്ട് ആവാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിൽ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. നമുക്ക് ലോക്ക് ചെയ്ത് കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പൊ ആരൊക്കെയാണ് അടുത്തുണ്ടായിരുന്നത്, ഇപ്പൊ എന്റെ അച്ഛൻ, അമ്മ, ഭാര്യ, മകള് തുടങ്ങിയിട്ടുള്ള ചേട്ടൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലാണെങ്കിൽ അയ്യോ അമ്മ ഉണ്ടായിരുന്ന, അച്ഛൻ ഉണ്ടായിരുന്ന, ഉണ്ടായിരുന്ന. പക്ഷെ നമ്മളിങ്ങനെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അത് ഒരു ഗെയിമാണ്. ബിഗ് ബോസിൽ വേണം ഉദ്ദേശം ഉണ്ടാ അതൊക്കെ പഠിച്ചു ഗെയിം കളിച്ച് തീർന്നില്ലാന്ന് പറയുന്നത് ഒരു ബിരിയാണി കൂടി കിട്ടുമായിരിക്കും. എനിക്കറിയില്ല, അതൊന്നും പറയരുത്, എനിക്കൊന്നും അറിയില്ല, അതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ ഇത്രയും നേരം എന്നെ കാത്തിരുന്നതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയാലോ കേട്ടോ, ഒന്നും തോന്നരുത് കേട്ടോ. ഇത്തരം ഗെയിമുകൾ കളിക്കുമ്പോൾ ഒരു പക്ഷെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴോ പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. ഇപ്പൊ ഒന്നും എടുത്തരുത്, അവിടുത്തെ ഞാൻ അവിടെ ഇട്ടിട്ട് വന്നിരിക്കും. ദയവ് ചെയ്ത് നമ്മൾ വിശദമായിട്ടിരിക്കും. അല്ല അത്തരം വാക്യങ്ങളോ അല്ലെങ്കിൽ അത്തരം സംവാദങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് പിന്നീടുള്ള ഒരു കുറ്റബോധം, ഒരു കുറ്റബോധത്തിന്റെ അല്ല, അതൊക്കെ ഞാൻ അവിടെ ഇട്ടു, ഗെയിമൊക്കെ അവിടെ ഇട്ടു. ഇനി അവന്റെ അമ്മ ചൂലും കെട്ടിരുന്ന് അടിക്കും. അമ്മ ഇപ്പൊ വരുമ്പോ പറയുന്നത് പടി കയറി കഴിഞ്ഞാൽ നിർത്തിക്കോട്ടെ കണ്ട, ഗെയിമും വേണ്ട നിന്റെ അതും വേണ്ട, എന്റെ ഇഡ്ഡലി കച്ചവടി ഇരിക്കണം പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ മുന്നേ ഞാൻ വന്ന് ഇന്റർവ്യൂ എടുത്തിരുന്നു, രതീഷേട്ടനെ പറ്റി എന്താ താനാണ് വരുന്നല്ലേ ഫോക്കസ്. അല്ല അപ്പൊ അമ്മ പറഞ്ഞത് നിങ്ങൾ കാണുമ്പോഴൊന്നും ഒരാളല്ല, അപ്പൊ കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഈ മാറ്റം കൊണ്ടുവന്നത് എങ്ങനെയാ? ഈ മാറ്റം ഞാൻ പറഞ്ഞില്ലൂ, നമുക്ക് ഒരു സാധാരണക്കാരന് എനിക്ക് വലിയൊരു വാതിൽ തുറന്നു കിട്ടുകയാണ്. വലിയ വാതിൽ തുറന്നു കിട്ടുമ്പോ എന്റെ ഈ നല്ല സ്വഭാവം കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ സ്വഭാവത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ വരുത്തിക്കണം അവിടെ. അതായത് ഞാൻ ഇങ്ങനെ കളിച്ചിട്ട് എന്താ കാര്യം, ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ കളിച്ചിട്ട് നിങ്ങൾക്ക് എന്നല്ല ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാൻ ജീവിതത്തില് എല്ലാവരും സോപ്പിട്ട് എല്ലാവരും ഇങ്ങനെ മസ്കൊക്കെ ഇട്ടിട്ട് ആരും വെറുപ്പിക്കാതെ ചേട്ടാ സുഖാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു സ്വഭാവം എനിക്ക് അവിടെ ഇൻബിൽറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അതിന്റെ ഗെയിം അല്ലേ. നമ്മളൊരു ജോലിയിൽ ഇതാക്കുമ്പോ, നമ്മുടെ ജോലിയിൽ നമ്മള് കേറുമ്പോ നമ്മൾ ആ ജോലിക്ക് അനുസരിച്ചിട്ടാണല്ലോ. ഇപ്പൊ നമ്മൾ മെഡിക്കൽ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ചെന്നിട്ട് പച്ചക്കറി കൊണ്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, മെഡിക്കലിന്റെ സാധനങ്ങളല്ലേ കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ തനിക്ക് ബിസിനസ് അല്ലേ ചെയ്യണം, തനിക്ക് പച്ചക്കറി കൊണ്ടുകൊടുത്തോടെന്ന് ചോദിച്ചാൽ അതല്ല. ഞാൻ ബിഗ് ബോസിൽ കയറുമ്പോ എന്റെ ഈ നല്ല സ്വഭാവം കൊണ്ട് പോയിട്ട് കാര്യമില്ല, ഞാൻ നല്ലവനായി ഉണ്ണിയായിട്ട് കാര്യമില്ല. അപ്പൊ എന്റെ അമ്മ പറയണു എനിക്ക് ഭയങ്കര വിഷമായി എന്ന് പറയണു, ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം ഭയങ്കര വിഷമം. അത് അവരുടെ അമ്മയുടെ ഒരു കെയറിങ് ആണ്. പക്ഷെ അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഞാൻ ഗെയിമൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. ഇനി ഞാനിപ്പോ എന്റെ ലൈഫില് ഞാൻ ബിസിയാണ്. ഇനി നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ. ഈ അടുത്ത് വന്ന ജയിലിലെ ആ ഒരു പോർഷൻ വന്നപ്പോ ജിന്ദ ചേട്ടനായിട്ടുള്ള ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. എല്ലാവരും ചിരി പടർത്തിയതായിരുന്നു. ചേട്ടൻ പോവാൻ നേരത്തും കരഞ്ഞിട്ടാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഞങ്ങള് ഭയങ്കര അവന്റെ പ്രശ്നം എന്താ അറിയോ, അവൻ എന്നെ ഇടിക്കാനൊക്കെ വന്നിട്ട് അപ്പൊ ഞാൻ തിരിച്ചു പറയും വാടാന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് എന്താടാ നീ വാടാ എന്താടാ. അവൻ അങ്ങനെയാണ്, അവൻ അത്രേ ഉള്ളൂ. അവൻ ഒരു പാവാണ്. അവന്റെ വായിൽ നിന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നതല്ല പുറത്തേക്ക് വരിക. അവൻ അത് ശുദ്ധനായിട്ടുള്ള ഒരാളാണ്.
ഞാൻ കണ്ടുപിടിച്ച ബിഗ് ബോസിലെ ഏറ്റവും വലിയ സുഹൃത്താണ് എന്റെ ജിൻഡോ. ഞാൻ അറിയണു, എന്റെ അമ്മയും ചേട്ടൻ വൈഫൊക്കെ പറയണു അവനെന്തോ ലാലേട്ടന്റെ അടുത്ത് മുട്ടുകൂട്ടി നിന്നിട്ട് എന്നെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറയണെന്ന് പറയണു, ഇവരൊക്കെ പറഞ്ഞാണ്, ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവന്റെ അടുത്ത് പോയിട്ടില്ല. പക്ഷെ അത് അവന്റെ മനസ്സിന് തോന്നിയതാണ്. അവനൊരു കാര്യം വരുമ്പോ ഞാനും അതെ, അവന് ചെറിയ ചെറിയ പാകപ്പിഴകൾ വരുമ്പോ അവന് പാകപ്പിഴകൾ വന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചെന്ന് പറയും അത് അങ്ങനെയല്ല കേട്ടോ, അവൻ പാവം, എനിക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കാം. എന്റെ എതിരെ നിൽക്കുന്ന ആളാ, 19 പേരില് ഒരുത്തനെ വെട്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ, അതൊരു ഗെയിമേ അല്ല. വീഴുന്നവനെ കുത്താൻ നമുക്ക് പറ്റും. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവനെ കുത്താനുള്ള പ്രാപ്തനാക്കിക്കൊണ്ട് നേരിട്ട് വന്നിട്ട് കുത്ര എന്ന് പറയണം. അതാണ് എന്റെ സ്ട്രാറ്റജി. അപ്പോ അതിലാണ് ഞാൻ ഇതാക്കിയത്. അത് ഞാൻ എന്റേന്ന് പറ്റിയല്ലാതെ കണ്ടില്ലേ, അല്ല അച്ഛൻ എങ്ങനെ ഇരിക്കണത് കൊണ്ട് കാര്യമില്ല, പുപ്പൂലിയാ. ആ 1.5 സിംഗാണ് തുടങ്ങിയ സമയത്ത് ജാൻവി ആയിട്ടുള്ള ഒരു കെമിസ്ട്രി, നല്ല കെമിസ്ട്രി ആയിരുന്നു. ജാൻവിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും എനിക്ക് പറയാൻ പാടില്ല. ഈ നിൽക്കുന്നൊക്കെ എന്റെ കഞ്ഞിയിലെ പാറ്റകളാണ്. എങ്കിൽ പോലും നിങ്ങള് അതൊരു കാണാൻ അഖിൽമാരാർ ശോഭ ടോം ആൻഡ് ജെറി ഗെയിം ഞാൻ എന്താ പറയാ, ജാൻവി ആയിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര ക്ലോസ് ആണ്. റതിഷട്ടാ പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരും, നല്ല ക്ലോസ് ആണ്. ജയിൽ ടാസ്കിലൊക്കെ ജാൻവി ഇടക്കിടക്കിടക്ക്, നിങ്ങൾ കണ്ടോന്നൊന്നും അറിയില്ല ടെലികാസ്റ്റ്, എനിക്കൊന്നും അറിയില്ല ടെലികാസ്റ്റ് ഒന്നും, ഞങ്ങളുടെ അടുത്ത് ഇടക്കിടക്ക് വരാറുണ്ട്. ഇരിക്കേണ്ട ആൾക്കാരൊക്കെ വരും, കാരണം കണ്ടന്റുകൾ ഇവിടെയാണ്. ഞാനും ജിൻഡോ അവിടെ ജീവിക്കായിരുന്നു. ജിൻഡപ്പൻ മല്ലയ്യ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, മതിയായില്ലടോ. അങ്ങനെയാണ്. ഈ പറഞ്ഞ ഗബ്രിയുടെ ജാസ്മിന്റെ പ്രണയമാണ് ഒന്നും അറിയില്ല എനിക്ക്. അത് ഞാൻ അകലെ നിന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് പറഞ്ഞിരുന്നല്ലോ, നിങ്ങള് പ്രേമിക്കുകയാണോ അങ്ങനെയുള്ള സാധനം അടിച്ചിരുന്നല്ലോ. ഞാൻ കുറെ അടിച്ചിരുന്നു, എന്നും ഓർമ്മയില്ല എനിക്ക്. തങ്കൊക്കെ കുറെ അടിച്ചിരുന്നു. നിങ്ങളൊക്കെ അതൊക്കെ റീലൊക്കെ എടുത്തിട്ട് എന്നെ പ്രശസ്തനായിരിക്കും. ആ ഒരു സ്നേഹം സത്യം തോന്നുന്നുണ്ടോ? എനിക്ക് അതൊന്നും ഞാൻ നോ കമന്റ്സ്. എനിക്കറിയില്ല അവര് സ്നേഹം സത്യമായാലും സത്യമല്ലെങ്കിലും ഉണ്ടാ. ഞാൻ ഒരാളെ ഏറ്റിട്ടില്ല. ഒരു പാട്ടൊന്ന് പാടാം. കവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ. കവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ. മുഴുവൻ പാടും. വാച്ചോണ വാച്ചോണ വാച്ച വാച്ചോണ വാച്ചോണ വാച്ച വാച്ചോണ വാച്ചോണ വാച്ച 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 വാച്ച. നിന്റെ വാച്ച് എന്റെ കയ്യിലില്ല, എന്റെ വാച്ച് നിന്റെ കയ്യിലില്ല, ഓ നിന്റെ വാച്ച് എന്റെ കയ്യിലില്ല, എന്റെ വാച്ച് നിന്റെ കയ്യിലില്ല. സത്യം 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 സത്യം. വീണ്ടും കാവേരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, കാവേരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ. ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യാ. ഇതാണ് ഞാൻ ഇവിടെ കണ്ടത്. ഇത്തരം ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഭർത്താവ് ഇത്ര നാള് ജീവിച്ചു, എന്ത് തോന്നുന്നു ബിഗ് ബോസിൽ പോയി വന്നു കഴിഞ്ഞു? സത്യസന്ധമായിട്ട് പറയണം, ബിഗ് ബോസിൽ പോയ ശേഷം നല്ലത് തന്നെയാണ്. മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? ഇല്ല, ഒരു മാറ്റം സംഭവിച്ചിട്ടില്ലേ, പണ്ടത്തെ പോലെ തന്നെയാണ്. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എന്നുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നോ? ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചു എന്നാണ് എന്റെ വിശ്വാസം. ഫുഡ് ഉണ്ടാക്കാനും ഞാൻ പാത്രം കഴുകണില്ല, എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇവിടെ എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതായത് പാത്രം കഴുകുക അങ്ങനത്തെ പരിപാടിയായിരുന്നു. ചേട്ടന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ ഗെയിം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നോ? കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നല്ലോ, അതും ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഞാൻ കണ്ണാറിന്റെ ഗെയിമിൽ ഞാൻ പൂർണ്ണ ഫിറ്റായിരുന്നു. അല്ല, നിങ്ങൾ പറഞ്ഞിട്ടാണോ പോയത്? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്. പക്ഷെ ഇതായിരുന്നു ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗെയിം പ്ലാൻ നീ വെറുതെ ഒന്നും പറയില്ല. ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സംസാരം അതന്നെ. ഇവര് വിചാരിക്കും ഇത് നീ വെറുതെ പറഞ്ഞു പോണത്, നാളെ മറ്റേ ഗെയിം പ്ലാനോട് കൂടിയിട്ടൊന്നും പറയില്ലട്ടാ. ഒരു ഗെയിം പ്ലാൻ ഇല്ലാതെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ബേസ് എന്റെ സംസാരമാണ്. ആ സംസാരം വെച്ചുകൊണ്ടാണ് എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതൊരു ഗെയിമായിട്ട് ഞാൻ അങ്ങനെ. ചേട്ടന്റെ ഒരു സംസാര രീതിയിലും പ്രവൃത്തികളിലൊക്കെ തൃശ്ശൂർക്കാരുടെ ഒരു തെറ്റ് കാണാൻ സാധിക്കണ്ടായി. അത് എങ്ങനെയാ അത്തരം കാര്യങ്ങളൊക്കെ? തൃശ്ശൂർക്കാരുടെ മനസ്സിലായില്ലേ? തൃശ്ശൂർക്കാരുടെ ഒരു താളവും. ഞാൻ തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർക്കാരനാണ്. അതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇത് ജീവിതത്തിൽ എങ്ങനെയാണ് തൃശ്ശൂരായിട്ടുള്ളൊരു ബന്ധവും കാര്യങ്ങളും? തൃശ്ശൂരിൽ ഞാൻ ജനിച്ചു വളർന്നത് ഈ വീട്ടിലാണ് ജനിച്ചത്. ഞാൻ 3ാമതാണ് ജനിച്ചത്.
ഞാൻ എന്റെ മൂത്ത ചേട്ടനായിട്ട് വയസ്സ് ഞാൻ പറയുന്നില്ല, 10 വയസ്സിന്റെ ഡിഫറൻസ് ആണ് മൂത്ത ചേട്ടനായിട്ട്. രണ്ടാമത്തെ 8 വയസ്സിന്റെ ഡിഫറൻസ്. ഞാൻ പെണ്ണാവെന്ന് വിചാരിച്ചിട്ട് തെറ്റിയത് ഞാനായതാണ്. അതെ, അപ്പോ ഞാൻ തൃശ്ശൂര് ഈ പൂങ്കുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പൂങ്കുന്നം എന്റെ എല്ലാമാണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഓരോ വീടുകളും എല്ലാവരുമായിട്ട് നല്ല പരിചയവും കാര്യങ്ങളൊക്കെയാണ്. എന്തുണ്ടെങ്കിലും ഞാൻ ഓടിപ്പോകുന്ന ഒരാളാണ്. അപ്പോ തൃശ്ശൂരായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം, പിന്നെ തിരുവമ്പാടി ആഘോഷ കമ്മിറ്റി അംഗം, ശിവന്റെ അമ്പലത്തിലെ കമ്മിറ്റി അംഗം, അയ്യപ്പ സേവാ സംഘത്തിലെ കൺവീനർ, ജോയിന്റ് സെക്രട്ടറി, അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ പോകുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വാതില് തുറന്നു കിട്ടി. ലാലേട്ടനെ പോലത്തുള്ള വലിയൊരു ലെജൻഡ് എന്നെ പേര് വിളിച്ച് സ്റ്റേജിൽ കയറ്റി എന്നെ കൊണ്ട് എന്റെ ഉണ്ട പാട്ട് പാടിപ്പിച്ചു. ഇതിൽ പരം ഞാൻ ഒരു സാധാരണക്കാരന് വേറെ എന്തെങ്കിലും വേണോ? എല്ലാം നേടിയൊരു സുഖം എനിക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ കയറി 7 ദിവസം കൊണ്ട് എല്ലാവരും പറയുന്നു 100 ദിവസത്തെ പാക്കേജ് കൊടുത്തിട്ടാ വന്നേന്ന് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷം. അമ്മമാരും കേരള ഹൃദയങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അതും ഭയങ്കര സന്തോഷം. കിട്ടണതെല്ലാം ബോണസ്. അത് കഴിഞ്ഞ് വീണ്ടും ലാലേട്ട സ്റ്റേജിന്റെ മുകളിൽ കയറ്റി കുറെ നല്ല കാര്യങ്ങൾ സംസാരിച്ചു. എന്നെ വളരെയധികം ഒരു സന്തോഷപൂർവ്വം തന്നെയാണ് ഞാൻ അവിടുന്ന് പടിയിറങ്ങി വന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ നിലയ്ക്ക്, ഒരു സാധാരണ തൃശ്ശൂർക്കാരൻ നിലയ്ക്ക് വീണ്ടും ഞാൻ പറയുന്നു, സാധാരണ അതെ ഈ ഇരിക്കുന്ന ഷർട്ട് ഇടാത്ത ടി.എൻ. വിശ്വനാഥൻ എന്താ തരം. അതെ, അപ്പൊ അതെല്ലാരും സ്നേഹത്തോടു കൂടിയാ. ഒരു മിനിറ്റ്, എപ്പോഴും വിളിക്കുന്നത് മറ്റുള്ളവരെ വിളിക്കണ മാതിരിയല്ല ഇതിനെ ഒക്കെ. അങ്ങനെ ഒരു പാർഷ്യാലിറ്റി. എന്റെ അച്ഛനെ ഞാൻ മകനായ കാരണം ലാലേട്ടൻ അങ്ങനെ പാർഷ്യാലിറ്റി. ലാലേട്ടൻ എല്ലാവരോടും ഒരേപോലെ തന്നെയാണ്. അച്ഛനെ ഇപ്പൊ അച്ഛന്റെ മകന്റെ പേര് ഇങ്ങനെ വിളിക്കുമ്പോ അച്ഛനിങ്ങനെ വലിയ ഇത് തോന്നുന്നത്. അപ്പൊ ഞാൻ സാധാരണക്കാരൻ ഇത്രയ്ക്ക് തന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ ആഗ്രഹിച്ചിട്ട് മേലെ എനിക്ക് ബിഗ് ബോസ് തന്നിട്ടുണ്ട്. ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. അത് വേറെ ഒന്നും അറിയില്ല. ഇനിയുള്ള ലൈഫ് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ അമ്പലം അല്ലെങ്കിൽ ബിഗ് ബോസ് ആണ്. ഞാൻ നാളെ എന്റെ മെഡിക്കലിന്റെ ബിസിനസിന് പോകും. എനിക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ എനിക്ക് അതൊക്കെ വേണ്ടേ. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഒരു മത്സരാർത്ഥിക്ക് സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല. അവര് എന്തെങ്കിലും ആയിക്കോട്ടെ. അവര് ഇഷ്ടം പോലെ അവരുടെ ഗെയിം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യട്ടെ. എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആണ്. എങ്കിലും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു മത്സരാർത്ഥി ഞാൻ പറഞ്ഞില്ല, എന്റെ ജിൻഡോ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഭയങ്കര ക്ലോസ് ആണ്. അവനായിട്ട് ഭയങ്കര കോംബോ ആണ്. അവൻ ഒരു പാവാണ്. എന്ന് വെച്ചിട്ട് ജിൻഡോ നല്ല പ്ലെയർ ആണെന്നും അല്ലാന്നും പറയില്ല. അവൻ നല്ല പ്ലെയർ ആണ്. ഞാൻ പറയുന്നത് അവൻ നല്ല പ്ലെയർ ആണ്. അവന്റെ വാക്കുകൾ മാത്രമാണെന്ന് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കയറി കൊടുക്കും. ജിൻഡോ നല്ല പ്ലെയർ ആണ്. ജിൻഡോ മാത്രമേ ഇടൂ, സകല ആൾക്കാർ നല്ല പ്ലെയറാണ്, നല്ല പ്ലെയേഴ്സ് ആണ്. അവിടെ എല്ലാവർക്കും സ്പേസ് ഉണ്ട്. ഞാൻ ഓടിച്ചാടി എല്ലാവരും നടന്നതാകെ. കാരണം എന്റെ മുമ്പിൽ 7 ദിവസമേ ഉള്ളൂ. 7 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ എനിക്കൊരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നു. അപ്പൊ 7 ദിവസം കൊണ്ട് രതീഷ് കുമാറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ഞാൻ ചെയ്തു. പിന്നെ ദൈവത്തിന്റെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വീട്ടിൽ നിൽക്കുകയാണ് ബിഗ് ബോസ്. ഈ ബിഗ് ബോസ് ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകരോടും, ബിഗ് ബോസ് പ്രേക്ഷകരോടും, ഏഷ്യാനെറ്റ് പ്രേക്ഷകരോടും, മലയാളികളോടും, ലോകത്തുള്ള മലയാളികളോടും എനിക്ക് തന്ന സ്നേഹം ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റന്റിനും കൊടുക്കുക, ബിഗ് ബോസിന് കൊടുക്കുക. ബിഗ് ബോസ് ഒരു നല്ല ഷോ ആണ്, സത്യസന്ധമായിട്ടുള്ള ഷോ ആണ്. ബിഗ് ബോസിനെ സ്നേഹിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.